നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇന്ന് സുന്ദരകാന്ഡം തുടങ്ങുകയായി. സകല ശുഖകുല വിമല തിലകിത കളേബരേ, സാരസ്യ പീയൂഷ സാര സർവസ്വമേ, കഥയ മമ കഥകളതിസാദരം, കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം, കളമൊഴിയുമഴകിനോട് തൊഴുതു ചൊല്ലിയിടിനാൾ, കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ, എങ്കിലോ കേട്ടുകൾ എന്നരുളി ചെയ്തു. സമുദ്ര ലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി, മനുജ പരിവൃഢചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരരുടമിതബല സഹിതമുര ചെയ്തതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും, മമ ജനക സദൃശനഹമതി ചപലമമ്പരേ മാനേന പോകുന്നിദാശരേ ശാലയേ, അജതനയതനയശരം സമമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം, അഖില ജഗദധിപനൊടു വിരവിലറിയിപ്പനിങ്ങത്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ, ജനിമരണ ജലനിധിയ വിരവൊടു കടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം, തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ, കീശപ്രവരരേ ഖേദിയായി കേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും, അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി, ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. മാർഗവിഘ്നം. പദകപതിരിവ പവനസുതനഥ വിഹായ സാ, ഭാനുബിംബാഭയാ പോകും ദശാന്തരേ, അമര സമുദയമനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ പൂർണ്ണം നടന്നിതു നാഗജനനിയും, ത്വരിതമനിലജമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മദൃശാവരിയെന്നതു കേട്ടവർ,
കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധൗമേവിനാൾ. കഠിനതരമലറിയവൾ അവനൊടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കവിവരാ. ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമം കൽപ്പിച്ചതീശ്വരൻ. വിധിവിഹിതമശനമിഹ നൂനമദ്യത്വയാ വീരാ. വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദന കുഹരമതിൽ വിരവിനോട് പൂക നീ. മറ്റൊന്നുമോർത്തു കാലം കളയായികടോ. സരസമിതി രഭസതരം അതനു സുരസാഗിരം സാഹസ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമരഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നു കണ്ടദ്യവാശോവാ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹൃദു ചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിൽ അപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പുക്കിയിടുവൻ. ആ നൃതമകതളിരിലൊരു പൊഴുതുമറിവീലഹമാശു മാർഗം ദേഹി ദേവി നമോസ്തുതേ. തദനു കവികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനായാമമായാശുകനന്ദനൻ നിന്നതു കണ്ടവൾ. അതിലധികതര വദന വിവരമനട അനാകുലമത്ഭുതമായഞ്ചു യോജന വിസ്തൃതം. പവനതനയനു അതിനു ചടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജമനസിൽ ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപത് യോജന വായുമായി. മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതമല അരുതു ജയമാർക്കുമെന്ന് 50 യോജന വാ പിളർന്നീടിനാൻ. അതു പൊഴുതു പവനസുതൻ അതികൃശരീരനായ അങ്കുഷ്ടതുല്യനായുൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനും ഒരു തര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമനദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. വരിക തവ ജയമതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയൊടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബലവിവേക വേഗാദികളാദിതേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിയിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജനഭവനറിയ രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണിക കനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരതനയനഹം അറിക കവിവീര നീയന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തുപോയിക്കൊള്ളടോ. അമൃതസമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായാശു പോകും വിധൗ
പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു, ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനും അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിൽ അതിഗഭീരദേശാലയെ സന്തതം വാണെഴും ഛായാഗ്രഹണിയും സരിതധിപനുപരി പരിചൊടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവാംഘ്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവൊടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരമതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫലകുസുമതലയുധ വിടഭിസങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം മണികനകമയം അമരപുര സദൃശമംബുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയൊടു ചടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശി തമസി നിശിചര പുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജരവൈരിപുരം ഗമിച്ചിടിനാൻ. ലങ്കാലക്ഷ്മി മോക്ഷം. പ്രകൃതി ചപലനും അധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടിമലരും അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൻ കടുകിനോട് സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ. കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയയും തഥാ. ഇവിടെ വരുവതിനു പറയെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഇതി പരുഷവചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും. രഘുകുലജ വരസ സജീവവാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ, കണ്ടേനടോ തവ ബാഹുബലം സഖേ. വിധിവിഹിതമിതു മമ പുരൈവ ധാതാവുതാൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ. സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ. കമലദലനയനൻ അവനിയിൽ അവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി വര്യയേ. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖവിനാശത്തിനായി സരസിരുഹനയനൻ അടവീലത തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ. ദശവദനനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി ബുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ. സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തിയേ.
കലഹം അവനോടു ചടിതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം. രണനിവുടനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും. ഒരു കവിയോടൊരു ദിവസമടി ചടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും. കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും. രഘുപതിയൊടിനിയൊരിടയൊഴികെ നടകൊള്ളുക നീലങ്കയും നിന്നാൽ ജിതയായിരുന്നെടോ. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശകുലരിപു ദശമുഖാന്തപുരവരേ ദിവ്യലീലാവനേ പാദവസങ്കുലേ. നവകുസുമദല സഹിത വിടവിയുത ശിംശവാ നാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുച. നിശിചരികൾ നടുവിലഴലൊടു മരുവീടുന്നെടോ നിർമ്മലഗാത്രിയാം ജാനകി സന്തതം. ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയമ്പുധിയും കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘൂത്തമൻ പാതുമാമസ്തുതേ. സ്വസ്തിരത്യുത്തമോക്തം സമേ. രഘുമധുര വചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. സീതാ സന്ദർശനം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലംഘിതേബ്ധൗ പവനാത്മജന്മനാ. ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ജനകനരപതി ദുഹൃദ്വരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. തദനു കവികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതരവി കിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയാതെ. ദശവദനമണി നിലയമായിരിക്കും മമദേവീരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാഭജനമോർത്തിയിടിനാൻ. ഉടമയൊടുമസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃതസമസലിലയുധവാപിയുമുത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജപതാകങ്ങളും. ദശവദനമണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ. കുസുമജയസുരഭിയൊടു പവനൻ അതിഗൂഢമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരുതര തരുപ്രവരങ്ങളുമുന്നതമായുള്ള ശിംശവാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയുമാശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായി. എത്രയും ഭയവിവശം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം. നയനജലമനവരതമൊഴുകിയൊഴുകി 14 രാമരാമേതി ജപിക്കയും. നിശിചരികൾ നടുവിൽ അഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. വിടവിവര ശിരസി നിബിഡച്ഛതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. ദിവസകരകുലപതി രഘൂത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ. കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യഹം. ദിവസകരകുലപതി രഘൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിച്ചിരുന്നു ഞാൻ. രാവണന്റെ പുറപ്പാട്. ഇതി ഫലവുമകതളിരിലോർത്തു കവിവരനിത്തിരി നേരമിരിക്കും ദശാന്തരേ. അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സവതി കിസലയ ചയ നിലീനനായി
കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിബുദശമുഖൻ വരവെത്രയും വിസ്മയത്തോട് കണ്ടു കവികുഞ്ചരൻ. അസുരസുര നിശിചര വരാംഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അനവരതമകതളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ. നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത്പദാംബുജേ വരദനജനമപുരു അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു. അതിനുപത സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നീടിനേൻ. അതിനുമൊരു പരിഭവമൊടുഴറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം. ശിരസിമലിഖിതമിഹ മരണസമയം ദൃഢം. ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം. കമലജനുമറിയരുതു കരുതുമളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. സതതമകതളിരിളിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ. കവികൾ കുലവരനവിടെയാശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനകതിലക വചനേന രാത്രവരും കശ്ചിൽ കപിവരൻ കാമരൂപാന്വിതൻ. കൃപയോടൊരു കൃമിസദൃശ സൂക്ഷ്മശരീരനായി കൃഷ്ണം പുരവരമന്വിഷ്യ നിശ്ചലം. തരുനികരവരശിരസി വന്നിരുന്നാതിരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലം അവളോടു ബത പറഞ്ഞടയാളവും ആശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോം. അതു പൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ. രഘുപതിയുടതും അവനശേഷമറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനേ വരും. രണശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്ഥാവിതു മമ വാർക്കയില്ലേതുമേ. സുരനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം. നിജമനസി ഫലവുമിതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിവലയ കടകാംഗത നൂപുര കാഞ്ചി മുഖാഭരണാരാവമന്തികേ. വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമാറു കണ്ടു പുരോഭുവി. വിബുധരിപു നിശിചരകുലാധിപൻ തൻവരവെത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിരവുമൊരു തുടകളാൽ മറച്ചാധിപൂണ്ടുത്തമാംഗം താഴ്ത്തി വേപധുഗാത്രിയായി. നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ. ദശവദനനയുഗശരപരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരന്നീടിനാൻ. രാവണന്റെ ഇച്ഛാഭംഗം. അനുസരണ മധുരരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ. ശൃണു സുമുഖി തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ. പ്രസീദമേ നിഖില ജഗദധിപമ അസുരേശ്വരമാലോക്യമാം നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടുമാം ത്വൽഗതമാനസനെന്നറിയന്ന നീ. ഭവതി തവ രമണമഭി ദശരഥതനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ. പല സമയം അഖിലതിച്ചി നന്നായി തിരകിലും ഭാഗ്യവതാമഭി കണ്ടുകിട്ടാവരം. സുമുഖി ദശരഥതനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആശയില്ലോർത്താലൊരു ഗുണമില്ലവനോമലേ. സുദൃഢമനവരതമുപഗൂഹനം ചെയ്കിലും സുഭ്രു സുചിരമരിയേ വസിക്കിലും. തവ ഗുണസമുദയമലിവോടു ഭുജിക്കിലും താൽപര്യം നിന്നിലില്ലവനേതുമേ. ശരണം അവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ.
കിമവിനഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ മതരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ നിഖിലവനചര നിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ചനപ്രിയൻ ഭേദഹീനാത്മകൻ സ്വഭജനുമൊരവനിസുരവരനും അവനൊക്കുമീ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭവതിയെയുമൊരു ശബര തരുണിയെയും ആൽപ്പനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ഭവതിയെയും അക തളിരിലവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി ത്വയി വിമുഖൻ അവന അനിശമതിനു നഹി സംശയം ത്വദ്ദാസദാസോഹമദ്യ ഭജസ്വമാം കരഗതമൊരമലമണിവരമുടനുപേക്ഷിച്ചു കാജത്തെയെന്തു കാക്ഷിക്കുന്നിതോമലേ സുരതനുജ ദിതിജഭുജഗാപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും മുതാ നിയതമതിഭയസഹിതമമിത ബഹുമാനേന നീമൽ പരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതേ മമകാന്തേ കളത്രമായി വാഴുക നീ സന്തതം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷഗുണമിഹ മനസ്സി കരുതു പുരുഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറിയമാം സരസമനുസരസദയമായി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ സരസിരുഹമുഖി ചരണകമല പതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ സവിതൃകുല തിലകനില അതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതിവിനയമൊടു സുനിവ ഹവിരധ്വരേ സാഹസത്തോടുമം കട്ടുകൊണ്ടിലയോ ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ തൽഫലം നീതാനനുഭവിക്കും ദൃഢം ദശരഥ നിശിത ശരദലിത വപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസരാജാ നിനക്കു തോറ്റമ്പലാൽ ലവണജലനിധിയെ രഘുകുല തിലകനാശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം ലവസമയമൊടു നിശിത വിശിഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ സഹജസുത സജീവ ബലപതികളോടു കൂടവേ സന്നമാം നിന്നുട സൈന്യവും നിർണയം അവനവന നിപുണതര നവനിഭരനാശനദ്യഥാതാവപേക്ഷിച്ച കാരണം അവതരണം അവനിതലമതിലതി ദയാപരനാശു ചെയ്തിടിനാൻ നിന്നെ ഒടുക്കുവാൻ ജനക നൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി അറിക തവ മനസ്സി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായൊരു ദശാനനൻ അതിചപലതര ഭുവി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ അതു പൊഴുതിൽ അതികരുണയോടുമയ തനൂജയുമാൽപഭർത്താരം പിടിച്ചടക്കിയിടിനാൾ ഒഴികൊഴിക ദശവദന ശൃണു മമ വചോ ഭവാനൊല്ലാത കാര്യമോരായക മൂഢപ്രഭോ ത്യജമനുജ തരുണിയൊരുടയൊരുമെന്നിയെ ദീനയായി ദുഃഖിച്ചതീവ കൃശാംഗിയായി പതിവിരഹ പരവശതയൊടുമിഹ പരാലയെ പാർത്തുപാതിഭൃത്യമാലംബ്യ രാഘവം പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നിതുമിവൾ ദുരിതമിതിലധികമിഹ നഹി നഹി സുദുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരവും സാംവിഭോ സുരതനുജ ദിതിജ ഭുജഗാപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്കു വശഗതം
ദശമുഖനും അധിക ജളനാശു മണ്ഡോദരി ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനു മുറ ചെയ്തതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനകവചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിരഴിച്ചഴിച്ചെങ്കലാക്കുവിനമ്പോടു 2 മാസം പാർപ്പനിന്നെയും ഇതി രജനിചരികളോടു ദശവദനനും പറഞ്ഞീർഷയോടന്തപ്പുരം ഭുക്കുമേവിനാൻ. അതികഠിന പരുഷ തരവചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൾ. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനോടൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനീം ദൃഢം. അഖില ജഗദധിപനഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസിത ശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷേയുമഴകിനൊടു മടിയിൽ വച്ചാദരാൽ മാനിച്ചു ജന്മയോധ്യാപുരം മേവിനാൻ. കലിശധരരിവു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവുമുടൽ മുഴുവൻ അലിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജസഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ. കലുഷതകൾ കളവനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചര യുവതികളിതി ത്രിജടാവചോരീതി കേട്ടത്ഭുത ഭീതി പൂണ്ടിയിടിനാർ. മനസ്സി പരവശതയൊടുറങ്ങിനാരേവരും മനസ്സേ ദുഃഖം കലർന്നു വൈദേഹിയും. ഹനുമത് സീത സംവാദം. ഉഷസി നിശിചരികളിവരുടലു മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടീല മാനവ വീരനുമെന്നെ മറന്നിതു കളവനിഹ വിരവിനൊടു ജീവനമദ്യ ഞാൻ. കാകുത്സ്ഥനും കരുണാഹീനനെത്രയും മനസ്സി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാശാഖയും സഭയ പരവശത തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമല നയന രവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി. എതിരമണതുല്യരായി 4 പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. ജനക നൃപസുതയും അവർ രജനുമായി സാദരം ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗതദാ. തരണിസുതനോടു സപതി സൗഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. തരണിതനയനുമഥ കവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരവിരവിനൊടു 4 ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാവിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനാൻ.
രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശവാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുതാ കനിവിനോട് കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ ഭഗവതനുചരരിലഹം അഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകകുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമിതി രഘുകുലവരചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനകനൃപദുഹൃത് വചനം കേട്ടു മാരുതിജാതമോദം മന്ദമിറങ്ങിനാൻ വിനയമൊടും അവനിമകൾ ചരണ നളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശു നിന്നീടിനാൻ തുഷ്ട്യാ കലപിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവ ശിവ കിമിതി കരുതി മഥില നൃപപുത്രയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും ശരണമിഹ ചരണ സരസിജ മഹില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ കപടമൊരുവരോടുമൊരു പൊഴുതുമറിയുന്നീല കർമ്മണാ വാചാ മനസാഭിമാതാവേ. പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിതാദരാൽ ഋതമൃജു മൃദുസ്ഫുടവർണ്ണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദയമിഹവത മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹന ഭുവി കാരണമെന്തടോ കാരുണ്യവാരാനിധി കവികുഞ്ചര തിരുമനസി ഭവതി പെരിയ പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായാശ്രയാശങ്കലുമാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പേ നടന്നു രഘുപതി. നിശിതതര വിശിക ഗണചാപവുമായി ചെന്നു നീചനാം മാരീജനെ കൊന്നു രാഘവൻ. ഉടനുടലുമുളയെ മുഹുരുടജഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അടവിയിലടയ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധൗ ഗഹനഭുവി ഗഗന ചരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു. അവനുമത തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവരജേന സാഗം ദ്രുതം പുക്കു തിരഞ്ഞു കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമലവചനേന പോൻ ഋഷഭൂഗാദ്രി പ്രവരപാർശ്വേ നടക്കും വിധൗ തപനസുതനിരുവരെയും അഴകിനോടു കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടയച്ചിതന്നെത്തതാ. വെദരവിഗുരോത്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരീ വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതികുല വരഹൃദയമഖിലവുമറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികടഭുവി കൊണ്ടു ചെന്നിടിനേൻ. സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ
ദഹനനെയും അഴകിനൊരു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരുവർക്കുമാശു തീർത്തിടുവാൻ തപനസുതഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകര തനയനു കൊളുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും. പ്ലവകകുല പരിവൃഢരെ നാലു ദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയും അലിവൊടരികെ അങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും. സപതി തവ മനസ്സി ഗുരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും. അതു ഭവതി കരതളിരിലിനി വിരവിൽ നൽകുവനാലോകയാനന്ദപൂർവകം. ഇതി മധുരതരമനില തനയനുര ചെയ്തുടനിന്ദിരാദേവി തൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതാദരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയും അതു കണ്ടതിപ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലം. രമണമിവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുദാ. പ്ലവകകുല പരിവൃഢ മഹാമതിമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരീ ദൃഢം. ഭഗവതി വരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ. പല ഗുണവുമുടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവയക്കയുമില്ല മൽസന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനനകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ. രജനിചരവരനശനമാക്കുമെന്നെക്കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിയിടിനാൻ. അവനിപതിസുതനൊടടിയൻ ഭവദ്വാർത്തകളങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കവികുലബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം. സുത സജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിന്നയക്കും ക്ഷണാൽ. ഭവതിയെയും അതികരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവയോധ്യക്കെഴുന്നള്ളുമാതരാൽ. ഇതി പവനസുത വചനമുടമയൊടു കേട്ടവാദിന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൾ. ഇഹ വിതത ജലനിധിയെ നിഖില കവിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢ നീതി ഇതി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ. മൈഥിലീ കിം വിഷാദം വൃഥാ മാനസേ ലഘുതരമമിത രജനിചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമനാകുലം. ദ്രുതമതിനു സുതനു മമ ദേഹ്യനു ജ്ഞാനമി ഇനി ദ്രോഹം വിനാഗമിച്ചിടുവാനോമലേ. വിരഹ കലുഷിത മനസി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി പവനതനയൻ വചനേന വൈദേഹിയുമിത്തിരി നേരം വിചാരിച്ചു മാനസേ. ചിഗുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാ ധരിച്ചു കർണേ പറഞ്ഞിടു നീ. സപതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധവും പലലമതു പരിചിനൊടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ.
തിരുമുടിയുമഴകിനൊടു മടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ. അതു പൊഴുതിൽ അതിചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടു വന്നിടിനാൻ. പല പൊഴുതു പല ശകലങ്ങ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടവൻ വപുഷി മമ ശിതചരണ നഖരതുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപിതനായി. പരമപുരുഷനും ഉണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജൻ ഗിരീശമുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരെ രഘുതിലകനടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ. ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയമടിമലരിൽ വീണു കേണിടിനാൻ. ഇന്ദ്രാത്മജനാം ജയന്തനുമന്നേരം സപിതൃകുലതിലകനത സസ്മിതം ചൊല്ലിനാൻ. സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നുപോം നിശ്ചയം അന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഇതി സദയം അനുദിവസം എന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനകനൃപദുഹൃതവചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായക കൊണ്ടുവരാഞ്ഞതും. ഛടിതി വരുമിനി നിശിചരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുത വചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ. അധിക കൃശതനുരിഹ ഭവാൻ കവിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചര അജലനിഭ വിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ. പവനജനും അവനി മകൾ വചനമതു കേട്ടുടൻ പർവ്വതതുല്യനായി നിന്നാൻ അതിദ്രുതം. അഥ മിഥില നൃപതി സുതയോടു ചൊല്ലിടിനാൻ. അഞ്ജനാപുത്രൻ പ്രഭഞ്ജനനന്ദനൻ ഇതു കരുതുക അമരിങ്ങനെയുള്ളവരിങ്ങിരുപത്തൊന്നു വെള്ളം പടവരും. പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ. അതിവിമലൻ അമിതബലൻ ആശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ. രജനി വിരവോടു കഴിയുമിനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയും അതിചപലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന. മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക വിരയേ നീ. വിരവിനോട് വരിക രവിസുതനൂരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയെ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം. വിനയ ഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികേ. പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്ത് വച്ചിടിനാൻ. വിടതരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന. ഖേദം വിനാ വാഴ്ക സന്തതം ഭവതു ശുഭമയി തനയ പതി തവ നിരന്തരം. ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവ നീ. സ്വസ്ത്യസ്തു പുത്രതീ സുസ്ഥിരശക്തിയും അനിലതനയനും അഖില ജനനിയൊടു സാദരമാശീർവചനമാതായ പിൻവാങ്ങിനാൻ. 100 യോജന വിസ്തീർണമുള്ള കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തുന്നതിന് മാരുതി ചാടുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ കാൽപാദങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിച്ചു. എന്നിട്ട് കൂടെയുള്ളവരോട് പറഞ്ഞു, തനയനായ തനയൻ്റെ ശരം പോലെ
അതാരാ? അജൻ്റെ മകൻ ദശരഥൻ, ദശരഥൻ്റെ മകൻ ശ്രീരാമൻ. ശ്രീരാമൻ്റെ ശരം പോലെ ഞാനിതാ രാമപത്നിയെ കണ്ടെത്താനായി രാക്ഷസ രാജ്യത്തേക്ക് പോകുന്നു. എങ്ങനെയാ പോകുന്നേ? എൻ്റെ ജനകൻ വായുവിനെ പോലെ. ശ്രീരാമസ്വാമിയെ മരണസമയത്ത് ചിന്തിക്കുന്നവർക്ക് ഒരു ഖേദവുമില്ലാതെ ജനന മരണമാകുന്ന സാഗരത്തെ കടക്കാനാവുന്നു. പിന്നെയാണ് സ്വാമിയുടെ ദൂതനായി എനിക്ക് എന്ത് തടസ്സം വരും? പോരാഞ്ഞ് ശിരസിൽ രാമൻ്റെ മോതിരവുമുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് നിവർന്നു നിന്ന് കൈകൾ പരത്തി ഹൃദയം ലങ്കയിലുറപ്പിച്ച് മുകളിലോട്ട് നോക്കി തെക്കുദിക്കിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. തടസ്സങ്ങൾ ഒന്നൊന്നായി മാരുതിക്ക് മുന്നിലെത്തുന്നുണ്ട്. ഹനുമാന്റെ ഗതിവേഗങ്ങൾ അറിഞ്ഞ് അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ നാഗമാതാവായ സുരസയെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. രാക്ഷസരൂപം എടുത്തു വന്ന സുരസ, നീ എൻ്റെ ഇരയാണ്. ഈശ്വരൻ നിന്നെ ഇരയായിട്ട് കൽപ്പിച്ച് തന്നിരിക്കുന്നതാണ്. നിന്നെ ഞാൻ വിഴുങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അടുത്തു. ഞാൻ രാമൻ്റെ കാര്യത്തിന് പോവുകയാണ്. ലങ്കയിൽ ചെന്ന സീതാദേവിയെ കണ്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നിൻ്റെ ഭക്ഷണമാകാം എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ തൻ്റെ വായിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമായി. സുരസയോട് തനിക്ക് കയറാൻ മാത്രം വലിപ്പമില്ലല്ലോ ഈ വായ്ക്ക് എന്ന് പറഞ്ഞ് കൂടുതൽ വലുതായി ഹനുമാൻ. ഉടനെ സുരസയും വായ വലുതാക്കി. അങ്ങനെ വലുതാക്കി അവസാനം പെട്ടെന്ന് ഹനുമാൻ വളരെ ചെറുതായിട്ട് സുരസയുടെ വായിൽ കൂടി കടന്ന് പുറത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാ ഭവതിയുടെ വരത്തെ സാധ്യതമാക്കി, ഇനി ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അപ്പോൾ സുരസ തൻ്റെ യഥാർത്ഥ ഉദ്ദേശം പറഞ്ഞു. ഇങ്ങനെ എന്നെ പറഞ്ഞു വിട്ടതാണ് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആശംസകളും അറിയിച്ച് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ മൈനാകം എന്ന പർവ്വതരാജനാണ്. മൈനാകം സാഗരത്തിനടിയിലാണ്. അപ്പോൾ ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വായു രക്ഷിച്ച് ഈ കടലിനടിയിൽ കൊണ്ടാക്കിയതാണ്. അതുകൊണ്ട് വായുവിൻ്റെ മകനല്ലേ. പിന്നെ സാഗരം പറഞ്ഞു, സഗരനാണല്ലോ സാഗരം ഉണ്ടാക്കിയത്. അപ്പോൾ സഗരൻ്റെ അനുയായിയാണല്ലോ. അതുകൊണ്ട് രാമൻ അതുകൊണ്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അദ്ദേഹം ആതിഥ്യം സ്വീകരിച്ചിട്ട് പോകാൻ പറഞ്ഞ് മൈനാകം എത്തി. അപ്പോൾ എന്ത് ചെയ്തു? ഒരു രക്ഷയില്ല, എനിക്ക് അതിനൊന്നും സമയമില്ലല്ലോ, ഏതായാലും ഞാൻ സ്വീകരിച്ചതായിട്ട് തന്നെ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് മൈനാകത്തെ തലോടിയിട്ട് പോയി. അപ്പോഴാണ് മുകളിൽ കൂടി പോകുന്നവരുടെ നിഴൽ പിടിച്ചു തിന്നുന്ന സിംഹിക എന്ന ഒരു രാക്ഷസിയുണ്ട് അവളുടെ പിടിയിലായത്. ഉടനെ നോക്കിയിട്ട് സിംഹികയെ താഴോട്ട് ചെന്ന് ചവിട്ടി കൊന്നിട്ട് ലങ്കാപുരിയിൽ നേരെ വെച്ച് പിടിച്ചു. അവിടെ അപ്പോൾ വേറൊരു കക്ഷിയുണ്ട്, ലങ്കാലക്ഷ്മി. ഉടൽ വളരെ ചെറുതാക്കി ഉള്ളിൽ കടന്നപ്പോൾ തന്നെ വികൃതരൂപിയായ ലങ്കാലക്ഷ്മി തടഞ്ഞു. ഹനുമാനെ അടിച്ചു ലങ്കാലക്ഷ്മി. ഉടനെ തന്നെ അവൾക്കിട്ട തിരിച്ചൊരൊറ്റ അടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ലങ്കാലക്ഷ്മിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ ബ്രഹ്മാവ് നേരത്തെ പറഞ്ഞിട്ട് ആണ് അത്ര വിട്ടത്. ത്രേതായുഗത്തിൽ ഇങ്ങനെ രാമൻ വരും, സീതയെ അന്വേഷിച്ചിട്ട് ഒരു കവി വരുമ്പോൾ ഒറ്റ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ അവിടെ വിട്ടു പോയിക്കോളൂ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സീതാദേവിയാണെങ്കിൽ അവിടെയുള്ള ഒരു ശംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ലങ്കാലക്ഷ്മി പോയി. ഹനുമാൻ അവിടെ കൊട്ടാരങ്ങളിൽ കൂടിയൊക്കെ കറങ്ങി നടന്നു. അവിടെയൊക്കെ അന്വേഷിച്ചു, എന്നിട്ടെങ്ങും കാണുന്നില്ല. അവസാനം അവിടെ ഒരു ഉപവനത്തിൽ രാക്ഷസികളുടെ നടുവിലായിരിക്കുന്ന ദേവിയെ കണ്ടെത്തി. പുലർകാലം ആവാറായി. അപ്പോഴതാ രാവണ രാക്ഷസൻ ഒരു സ്വപ്നം കണ്ടു. ശ്രീരാമൻ എന്നാണ് എന്നെ കൊന്ന് രക്ഷിക്കാനെത്തുക എന്ന് ചിന്തിച്ചിരിക്കുകയാണത്രേ. ഇന്ന് ഒരു വാനരൻ രാമദൂതനായി വരുമെന്ന് സ്വപ്നം കണ്ട് എത്തിയേക്കുവാണ് രാവണൻ. നല്ല വേഷമൊക്കെ കെട്ടി എത്തിയ രാവണൻ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. തങ്ങളുടെ ഇടയിൽ ഒരു പുല്ല് നുള്ളിയിട്ട് അതിനോട് സീത രാവണനോട് സംസാരിക്കുന്നു. ഒരു പുല്ല് പോലെ തന്നെയാണ് നിന്നെ കാണുന്നത് എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ രാവണനോട്
പറയുന്നു, രാമനും ലക്ഷ്മണനും കൂടി വന്ന് നിന്നെ കൊല്ലും, എന്നിട്ട് എന്നെ കൊണ്ടുപോകും. നീ കളവായിട്ടല്ലേ എന്നെ കൊണ്ടുവന്നത്, അവരെ പേടിച്ചിട്ടല്ലേ ഇങ്ങനെ സന്യാസിയായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും രാവണന് ദേഷ്യം വന്നിട്ട് ഒരു വാളെടുത്ത് വെട്ടാൻ ആഞ്ഞു. അപ്പം തന്നെ രാവണൻ്റെ ഭാര്യ മണ്ഡോദരി വന്ന് തടുത്ത് ഇതെന്തായത് എന്നൊക്കെ പറഞ്ഞ് ഇതൊരു പാവം സ്ത്രീ ഇവിടെ ആരോരുമില്ലാതെ വന്നിരിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം രാവണനെ കൊണ്ടുപോയി. അപ്പോൾ രാവണൻ അവിടെ ഇരുന്ന രാക്ഷസിമാരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവളെ പാട്ടിലാക്കുക, ഒരു 2 മാസം സമയം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രാവണൻ പോയി. രാക്ഷസർ സീതയെ അധിക്ഷേപിച്ചു തുടങ്ങിയപ്പോൾ അതിലൊരുവൾ തടഞ്ഞു. അവൾ പറഞ്ഞു, ഞാനിപ്പോഴൊരു സ്വപ്നം കണ്ടു കേട്ടോ. രാമനും ലക്ഷ്മണനും കൂടി ആനപ്പുറത്തേറി വന്ന് സീതാദേവിയെ കൊണ്ടുപോകുന്നു. രാവണനെയും കുംഭകർണനെയും ഒക്കെ തെക്കോട്ടെടുക്കുന്നു. വിഭീഷണനെ രാജാവാക്കിയിരിക്കുന്നു എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേരെ, നമുക്കൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും കിടന്ന് ഉറങ്ങി. അപ്പോൾ ശംശഭാവൃക്ഷത്തിന് മുകളിലായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഹനുമാൻ ദേവി കേൾക്കാൻ പാകത്തിൽ രാമലക്ഷ്മണന്മാരുടെ കഥ പറഞ്ഞു. അമ്പരന്ന സീത ഇത് രാക്ഷസമായോ എന്ന് ചിന്തിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഹനുമാൻ താഴെ ഇറങ്ങി ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സീതാദേവിയോട് പറഞ്ഞു. എന്നിട്ട് രാമൻ തന്ന മോതിരവും നൽകി. അപ്പോൾ ദേവിക്ക് വിശ്വാസമായി. എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക, ആരൊക്കെയാണ് എത്തുക, എങ്ങനെയാണ് ഈ കടൽ കടക്കുക എന്നൊക്കെ എന്നിട്ട് ഹനുമാനോട് ദേവി ചോദിക്കുന്നു. ഹനുമാൻ വളരെ ചെറുതായിട്ടല്ലേ ഇരിക്കണേ, അപ്പോൾ ഇത്രയും ചെറുതായ ആൾക്കാരെ എങ്ങനെയാണ് യുദ്ധത്തിന് വരിക എന്നൊക്കെ ചോദിച്ചപ്പോൾ രാമൻ നമ്മുടെ ഹനുമാൻ വലുതായി കാണിച്ചു. ഇതുപോലുള്ള 1,000 ആൾക്കാരുണ്ട്, 1,000 വാനരരുണ്ട്. ഇവരെല്ലാവരും കൂടി എന്നെക്കാളൊക്കെ വിക്രമികളാണ്. വളരെ വിക്രമികളായ ലക്ഷക്കണക്കിന് വാനന്മാർ കടലടന്ന് വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച ദേവിയെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുകയാണ് ഹനുമാൻ. സീത ശിരസിൽ ധരിച്ചിരുന്ന ചൂടാമണി ഹനുമാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഒരു അടയാളവാക്യവും കൂടെ പറഞ്ഞു. എന്താണ്? അന്ന് ചിത്രകൂടത്തിൽ വെച്ച് കാട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ മാംസകഷ്ണങ്ങൾ ഉണക്കാനിട്ടിരിക്കുക. സീത അത് കാത്തിരിക്കുന്നു. അപ്പോൾ രാമൻ സീതയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഒരു കാക്ക വന്ന് ഈ മാംസകഷ്ണങ്ങൾ കൊത്തി. ഉടനെ കല്ലെടുത്ത് സീതാദേവി എറിഞ്ഞു. അപ്പോൾ ഈ കാക്ക വന്ന് സീതാദേവിയെ ഉപദ്രവിച്ചു, കൊത്തി ചോരയും വന്ന് കൊത്തി മുറിവേൽപ്പിച്ചു. അപ്പോൾ ഉണർന്ന രാമൻ ഒരു പുല്ലെടുത്ത് ജപിച്ച് അസ്ത്രമാക്കി ഈ കാകന് നേരെ അയച്ചു. കാകൻ ആരായിരുന്നോ? ഇന്ദ്രൻ്റെ മകനായ ജയന്തനായിരുന്നു ആ കാകൻ. കാകവേഷത്തിൽ വന്നതാണ്. ജയന്തൻ അതിലെ മുഴുവൻ പാഞ്ഞു നടന്നു. ശിവഭഗവാന്റെ അടുത്ത്, ബ്രഹ്മാവിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും പോയി നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല എന്ന് കണ്ടിട്ട് നേരെ പാഞ്ഞു വന്ന് രാമൻ്റെ കാക്ക തന്നെ വീണു, രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അസ്ത്രം ഏതായാലും വെറുതെ ആവില്ലല്ലോ, നിൻ്റെ ഒരു കണ്ണ് പോവും എന്നും പറഞ്ഞ് അവനെ വെറുതെ വിട്ടു. ഇങ്ങനെയൊക്കെ എന്നെ രക്ഷിച്ച എൻ്റെ ഭർത്താവ് ഇനിയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന സീതയെ ആശ്വസിപ്പിച്ച് ഹനുമാൻ യാത്ര പറയുന്നു. ഇനി നമുക്ക് നാളെ ലങ്കാദഹനം കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.